ശ്യാം, വളരെ നിർണായകമായ ഒരു വിവരമാണ് ഗോകുൽ ഇപ്പോൾ പങ്കുവച്ചത്. ആനയ്ക്ക് മയക്കുവെടി ഏറ്റിരിക്കുന്നു, ആനയ്ക്ക് ചികിത്സ നൽകാൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ. മോത്തി അത് തന്നെയാണ്. അതായത് ആദ്യം 4 ആനകളായിട്ടാണ് ഇത് നടന്നതെങ്കിലും അതിൽ നിന്ന് ഈ ആനയെ ഒറ്റതിരിക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ വെല്ലുവിളി ഈ വനം വകുപ്പ് ഏറ്റെടുത്ത് അത് ഏകദേശം പൂർത്തീകരിച്ചാണ്. ഏകദേശം ഈ പറയുന്ന നമ്മൾ നേരത്തെ നിന്നിരുന്ന സ്ഥലം, നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒന്ന് കാണിച്ചാൽ, ആ കാടൊന്ന് കാണിക്കാൻ കഴിയും. നമ്മുടെ ക്യാമറാമാനോട് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കാം. ആ കാണുന്ന കാട് ആ ഭാഗത്തായിരുന്നു ആ ദൃശ്യങ്ങൾ. അവിടെയായിരുന്നു ഈ പറയുന്ന ആനക്കൂട്ടം നിലയുറപ്പിച്ചിരുന്നത്. അവിടെ നിന്ന് ഏകദേശം ഒരു 300-400 മീറ്റർ ദൂരം മാത്രമുള്ള ഒരു ചതുപ്പ് സ്ഥലം. ആ സ്ഥലത്തേക്ക് ഈ ആനയെ എത്തിക്കുന്നു. അങ്ങനെ ഈ ആനയെ എത്തിച്ചാണ് ഈ ഒറ്റതിരിഞ്ഞ് ആനയെ എത്തിച്ചാണ് ആന അങ്ങോട്ടേക്ക് എത്തിക്കുമ്പോഴാണ് ഈ മയക്കുവെടി വെക്കുന്നത്. ഈ മയക്കുവെടി വെച്ച ആന ആദ്യഘട്ടത്തിൽ തന്നെ ഈ മയങ്ങി ഇപ്പോൾ ചികിത്സ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അരുൺ സക്രിയും സംഘവും അവിടെ എത്തി ചികിത്സ നടത്തുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ രാവിലെയോടുകൂടിയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ കാട്ടാനക്കൂട്ടങ്ങൾ, അതായത് ഈ പരിക്കേറ്റ ആനയും മറ്റ് 3 ആനകളുമായിട്ട്. തീർച്ചയായും ആനയ്ക്ക് വെടിയേറ്റതിന്റെ ദൃശ്യങ്ങൾ ഡാർട്ട് ചെയ്തത് വിജയകരമായി എന്നത് നമുക്കറിയാൻ കഴിയും. ആനയുടെ ഈ ദൃശ്യങ്ങളിൽ നിന്നും വളരെ കൃത്യമായി ആനയ്ക്ക് എവിടെയാണ് മയക്ക് വെടിയേറ്റിരിക്കുന്നത്. പിൻകാലിലാണ്, വലതു ഭാഗത്ത് പിൻകാലിൽ മയക്ക് വെടിയേറ്റിരിക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി പ്രേക്ഷകർക്ക് ഇതിലൂടെ കാണാൻ കഴിയും. ഇപ്പോൾ ആന മയങ്ങി നിൽക്കുകയാണ്. മുനിത്തടത്തിന് സമീപമുള്ള റബ്ബർ കാട്ടിലാണ് ആനയുള്ളത്. അവിടെ ചികിത്സ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചികിത്സ നൽകുന്നത്. മയക്ക് വെടിവെച്ച ശേഷമുള്ള ചികിത്സയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 ദിവസമായി ഇന്ന് ദൗത്യ സംഘം ഈ ആനയ്ക്ക് പിന്നാലെയുണ്ട്. മുറിവേറ്റ നിലയിൽ ആനയെ കണ്ടെത്തി എന്നറിഞ്ഞതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ശ്രമം നടന്നത്. ദൗത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ 20ഓളം പേരാണ് ആദ്യം തന്നെ അവിടെ എത്തിയത്. ഇപ്പോഴത്തെ ചികിത്സ ആരംഭിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ദൗത്യം വിജയകരമായി എന്ന് വേണം പറയാൻ. മയക്ക് വെടിവെക്കാനുള്ള ദൗത്യം വിജയകരമായിരിക്കുന്നു. അടുത്ത ഘട്ടമാണ് ചികിത്സ നൽകുക എന്നത്. അതിലേക്ക് കടന്നിരിക്കുകയും ചെയ്യുന്നു. ഗോകുൽ വേസ് തുടരുന്നുണ്ട്. ഗോകുൽ, പറയൂ, നൽകാനാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ചികിത്സ നൽകേണ്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അരുൺ സക്രി ആനയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഏതായാലും മയക്കുവെടി വച്ചത് പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ട്. ആന മയങ്ങി നിൽക്കുകയാണ്. മുനിത്തടത്തിന് സമീപത്ത് വെച്ചാണ് ആനയെ മയക്കുവെടി വെച്ചത്. അമ്പലത്തിന് സമീപത്തായി ആന മയങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററിനപ്പുറമാണ് ഈ പ്രദേശമുള്ളത്. ഇവിടം വരെ പ്രവേശനമുള്ളൂ. മറ്റു വാഹനങ്ങളോ ആർക്കും ഈ മയക്കുവെടി വെച്ച ഈ സമയത്ത് ആയതുകൊണ്ട് തന്നെ ആർക്കും ഈ വഴിയിലൂടെ അങ്ങോട്ട് പോകാനുള്ളൊരു പ്രവേശനമോ അനുവാദമോ ഇല്ല. ഇതിന് സമീപമുള്ള റബ്ബർ തോട്ടത്തിലാണ് ആന ഇപ്പോൾ നിൽക്കുന്നത്. നിലയുറപ്പിച്ചിരിക്കുകയാണ്. അരുൺ സക്രി എത്തി ചികിത്സയ്ക്ക് ആവശ്യമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏകദേശം ഒരു 30 മിനിറ്റിലധികം സമയം വേണ്ടിവരും ഈ ഒരു ചികിത്സ പൂർത്തിയാക്കാൻ എന്നുള്ളതാണ്. അതിനുശേഷം ഈ ആനയുടെ മയക്കുവെടിക്ക് ആൻറ്റിഡോട്ട് നൽകിയതിന് ശേഷമായിരിക്കും ഉദ്യോഗസ്ഥർ വരിക. പിന്നീട് ആനയെ ഒരുപക്ഷെ കാട് കയറ്റാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു ആനയുടെ മയക്കുവെടി വയ്ക്കുക എന്നുള്ള ശ്രമം വിജയിച്ചിട്ടുണ്ട്. ഇനി എന്താണ് മറ്റ് നടപടിക്രമങ്ങൾ, അതായത് ചികിത്സയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടില്ല. ചികിത്സ ആരംഭിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അരുൺ സക്രി ആനയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഇനി എന്താണ് ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിനി അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു തവണ ചികിത്സ നൽകിയാൽ മതിയാകും, അത്തരത്തിലുള്ള മരുന്നുകൾ നൽകിയാൽ ആൻറ്റിബയോട്ടിക്കുകൾ നൽകിയാൽ മതിയാകുമെന്നുള്ളൊരു വിവരമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. തീർച്ചയായും അതാണ് ഇനി വ്യക്തമാവേണ്ടത്. ചികിത്സ ഏത് തരത്തിലാണ് എന്നത്. ഈ ദൗത്യത്തിൻ്റെ ആദ്യ ഘട്ടമാണ് ആനയെ കണ്ടെത്തുക എന്നത്. പിന്നീട് കണ്ടെത്തി
ഒരു അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റി മയക്ക് വെടിവെക്കുക എന്നതായിരുന്നു രണ്ടാം ഘട്ടം. ആ രണ്ടാം ഘട്ടവും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. മൂന്നാം ഘട്ടമാണ് ചികിത്സ നൽകി ആനയ്ക്ക് ആരോഗ്യം വീണ്ടെടുക്കുക എന്നത്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കും എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. മരുന്നുകൾ നൽകിയാൽ അത് ഒറ്റ തവണ കൊണ്ട് രോഗം ഭേദമാക്കാൻ കഴിയുമെന്നായിരുന്നു ഡോക്ടർ അരുൺ സക്കറിയ അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ചികിത്സ നടക്കുകയാണ്. വളരെ ആശാവഹമായ ഒരു ദൗത്യത്തിൻ്റെ ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. അതിരപ്പള്ളിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ ആന മുറിവേറ്റ നിലയിൽ പല സ്ഥലങ്ങളിലും കണ്ടതായി അവിടെ നാട്ടുകാർ പറഞ്ഞിരുന്നു. അതേ തുടർന്നാണ് മസ്തകത്തിൽ മുറിവേറ്റ ഈ ആനയ്ക്ക് ചികിത്സ നൽകാൻ തീരുമാനിക്കുന്നത്. അതേ തുടർന്ന് 20 അംഗ സംഘം സ്ഥലത്തെത്തി ദൗത്യം ആരംഭിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ 3-ാം ദിനം പിന്നിട്ടപ്പോൾ ആനയെ മയക്ക് വെടിവെക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ചികിത്സ നൽകാനും കഴിഞ്ഞിരിക്കുന്നു.